സഭയ്ക്കകത്ത് പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചതോടെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇന്നും ഉയർത്തിയത്. അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പ്രതിപക്ഷ എംപിമാർ മാർച്ച് നടത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിന് മുൻപ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ബിജെപിയും പ്രതിഷേധിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു എൻഡിഎ എംപിമാരുടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെ പ്രതിഷേധം. ലോക്സഭാ സമ്മേളനം ആരംഭിച്ചയുടൻ അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടുത്തളത്തിലിറങ്ങി. അതേസമയം ലോക്സഭ കൂടിയയുടൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം നിയമമന്ത്രി അവതരിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സഭ പിരിഞ്ഞത്. 39 അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസം അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചതിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ സഖ്യം പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ ഭരണകക്ഷി എംപിമാരും രംഗത്തിറങ്ങിയതോടെ പാർലമെന്റ് വളപ്പിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. മല്ലികാർജ്ജുൻ ഖാർഗെയെയും പ്രിയങ്ക ഗാന്ധിയെയും ബിജെപി എംപിമാർ പിടിച്ചുതള്ളിയെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. പിന്നാലെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം രാഹുൽ പെരുമാറിയെന്ന് നാഗാലാൻഡിലെ വനിതാ എംപി ഫാഗ്നൻ കൊന്യാക്കും ആരോപിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.